ഒരു പ്രതികരണം ആദ്യം കേൾക്കാം. ഏഷ്യാനെറ്റിന്റെ അന്തിച്ചർച്ചയിലെ പ്രതികരണമാണ്. സംസാരിക്കുന്നത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി.ആർ. അനൂപാണ്. ആദ്യം നമുക്ക് ഒന്ന് കേൾക്കാം, അതിനുശേഷം കാര്യത്തിലേക്ക് കടക്കാം. കെ.സി. വേണുഗോപാലിനെ മുസ്ലിം വിരുദ്ധരാക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നേ. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ ആവണമെന്നുള്ള പ്രശ്നം, അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള അപകടകരമായ ധ്രുവീകരണ പരിശ്രമം നടക്കുക. ഇതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കണ്ടേ? ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാള് സംഘിയാക്കാൻ ശ്രമിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കെ.സി. വേണുഗോപാലിനെ കൂട്ടിക്കെട്ടുന്നത് എന്തർത്ഥമുള്ളത്? അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശനുമായി കൂട്ടിക്കെട്ടി ഒരു മുസ്ലിം വിരോധിയാണെന്ന് ചിത്രീകരിച്ച് അപകടകരമായ ഒരു ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെങ്ങനെ അനുവദിക്കാൻ കഴിയുക? ആർക്കും അനുവദിക്കാൻ കഴിയുക? വി.ആർ. അനൂപ് കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഏഷ്യാനെറ്റ് നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞ വാക്കുകളാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? കെ.സി. വേണുഗോപാലിനെ സംഘിയാക്കാൻ ശ്രമിക്കുന്നു എന്ന്. കെ.സി. വേണുഗോപാലിനെ സംഘിയാക്കുക മാത്രമല്ല, കെ.സി. വേണുഗോപാലിനെ വെള്ളാപ്പള്ളി നടേശനുമായി താരതമ്യം ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലെ തന്നെയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നു. മാത്യു കൊഴനാടനെ സംഘിയാക്കാൻ ശ്രമിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഷാഫി പറമ്പിൽ പോലും നാളെ സംഘിയാകാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്നാണ് ഇവിടെ ആരൊക്കെയാണ് സംഘി എന്ന് തീരുമാനിക്കുന്നത്. നേരത്തെ അത് പിണറായി വിജയനെതിരെയായിരുന്നു. സംഘപരിവാറിനെതിരെ ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു മനുഷ്യനെ, മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ബി.ജെ.പിക്കും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സംഘപരിവാറുകാരനാക്കി മുദ്ര കുത്തി മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിനെതിരെ ഏകീകരിപ്പിച്ച് LDFനെ തന്നെ തോൽപ്പിക്കാൻ മുൻകൈയെടുത്തത് മറ്റാരുമല്ല, എല്ലാവർക്കും അറിയാം, ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയാൽ നയിക്കപ്പെടുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ഈ ആശയം ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്ന ആളാണ് കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയെ ആദ്യമായി വെള്ളപൂശിയ മനുഷ്യൻ. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മതരാഷ്ട്രവാദമൊക്കെ പണ്ടേ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൈപിടിച്ച് മുന്നണിയിലേക്ക് കൊണ്ടുവരുവാൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ മുന്നണിയിലെടുക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് നാം കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ വലിയ വിമർശനം ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗ് ഇടപെട്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അസോസിയേറ്റ് കക്ഷിയാക്കി മാറ്റാം എന്ന നിലയിലേക്ക് എത്തിയതും പിന്നീട് അതും വേണ്ട എന്ന് വെച്ചതും പരസ്പര സഹകരണം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്ന വെൽഫെയർ പാർട്ടിയെ മുന്നണിയിലെടുത്താൽ അത് UDFന് വലിയ തലവേദനയാകും എന്ന് പറഞ്ഞാണ് വെൽഫെയർ പാർട്ടിയെ മുന്നണിയിലേക്ക് എടുക്കാതിരുന്നത്. അപ്പോഴും പരസ്പര സഹകരണം തുറന്നുകൊണ്ടേയിരുന്നു. മുസ്ലിം ലീഗിനെ ആശയപരമായി നയിക്കുന്ന സംഘമായി ജമാഅത്തെ ഇസ്ലാമി മാറി. മുസ്ലിം ലീഗിന്റെ സിദ്ധാന്തങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തങ്ങൾ നിരന്തരം വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾ നാം ഉയർന്നു കേട്ടു. ആരാണ് സംസാരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി നേതാവാണോ വി.ഡി. സതീശനാണോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പറയുന്ന ആളായി മാറി വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന പിടിവാശി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. വി.ഡി. സതീശന് എതിരെ നിന്ന, കെ.സി. വേണുഗോപാലിന് അനുകൂലിച്ചു നിന്ന എല്ലാവരെയും സംഘിയാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും. കഴിഞ്ഞ ദിവസം മാത്യു കൊഴനാടനെ സംഘിയാക്കി. ഇനിയിപ്പോൾ ഷാഫി പറമ്പിലും സംഘിയാകും വരും ദിവസങ്ങളിൽ എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. കെ.സി. വേണുഗോപാൽ തീർത്തും ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയാണ് വി.ആർ. അനൂപ് പൊട്ടിത്തെറിച്ചത് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ. അവർ പറയുന്നു, ചിലർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ സംഘിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇത് നേരത്തെ CPM പറഞ്ഞതാണ്, LDF പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റുപറയുന്നത് കോൺഗ്രസ് നേതാക്കൾ. ആദ്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ AK ബാലൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയായിരിക്കുമെന്നും അത് വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവന്നു. മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുക എന്ന ചോദ്യത്തിന് അന്നാരും ഉത്തരം പറഞ്ഞില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിന് ഇടയിൽ അത് വലിയ പ്രചാരണമാക്കി മാറ്റുകയും CPM മുസ്ലിം വിരുദ്ധമാണ്, സംഘപരിവാറിനെ അനുകൂലിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. അതിപ്പോൾ
കോൺഗ്രസ്സുകാർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചു പറയേണ്ടി വരുന്നു, ഇതാ ഞങ്ങളെയും സംഘികളാക്കുകയാണ്, കെ.സി. വേണുഗോപാലിനെ സംഘികളാക്കുകയാണ് എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് എന്താണോ LDF നേരത്തെ പറഞ്ഞത് അത് ഇപ്പോൾ ഏറ്റുപറയുന്ന വിഭാഗമായി കോൺഗ്രസിലെ ഒരു വിഭാഗം മാറിയിരിക്കുന്നു. ഇപ്പോൾ VD സതീശനോടൊപ്പമാണ് ഈ ശക്തികൾ മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്നത്. നാളെ VD സതീശനെയും ഈ ശക്തികൾ തള്ളിപ്പറയുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അതാണ് മതരാഷ്ട്രവാദികൾ എല്ലാ കാലത്തും ചെയ്തത്. ചരിത്രത്തിൽ എത്രയോ അതാണ് മതരാഷ്ട്രവാദികൾ എല്ലാ കാലത്തും ചെയ്തത്. അതുതന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്.